കലണ്ടറുകൾ മാറി മറിയുകയാണ്. 2025 24 ദുരന്തങ്ങളുണ്ടായി, പ്രയാസങ്ങളുണ്ടായി, അപകടങ്ങളുണ്ടായി, ഒരുപാട് ആളുകളെ കരയിപ്പിച്ചു. കലണ്ടറുകൾ മാറുമ്പോൾ നാം ആലോചിക്കേണ്ടത്, ഇത്തരം ദുരന്തങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിൽ വലിയ വിലയുണ്ട്. എല്ലാ പിശകുകളും, നമ്മുടെ തെറ്റായ തോന്നലുകളുമൊക്കെ നശിക്കണം. അതൊക്കെ കത്തിപ്പോയി. തോമസ് ആൽവ എഡിസൻ്റെ ഒരു പ്രഖ്യാപനം നമുക്കറിയാം. അദ്ദേഹം തൻ്റെ കണ്ടുപിടുത്തങ്ങളും വിലപ്പെട്ട രേഖകളും ഉപകരണങ്ങളുമൊക്കെ അഗ്നിക്കിരയായി. $20 ലക്ഷം നഷ്ടം വരുത്തി വെച്ച ആ ദുരന്തം, ആ ശബ്ദം കേട്ട് ഓടിയെത്തിയ മകനോട് അദ്ദേഹം പറഞ്ഞു, മകനെ ഓടിപ്പോയി അമ്മയെ വിളിച്ചുകൊണ്ടുവരൂ. അമ്മ വന്നു. ആ നേരത്ത് എഡിസൺ പറഞ്ഞ ഒരു പ്രയോഗമുണ്ട്, ജീവിതകാലത്ത് ഒരിക്കൽ പോലും ഇങ്ങനൊരു കാഴ്ച കാണാൻ പറ്റില്ല എന്ന്. കത്തിച്ചാമ്പലാകുന്ന കാഴ്ച. പിറ്റേ ദിവസം ആ തകർന്നടിഞ്ഞ സ്വപ്നങ്ങളുടെ, പ്രതീക്ഷകളുടെ പൂർത്തീകരിക്കപ്പെടാത്ത ഗവേഷണ പഠനങ്ങൾ നോക്കി ആ ചാമ്പൽ കൂനകൾക്കിടയിലൂടെ നടന്നു പോകുമ്പോൾ 67-കാരനായ എഡിസൺ പറയുന്ന ഒരു പ്രയോഗമുണ്ട്, ജീവിതത്തിലുണ്ടാകുന്ന ദുരന്തങ്ങൾക്ക് വലിയ വിലയുണ്ട് എന്ന്. എല്ലാ പിശകുകളും തെറ്റായ ചിന്തകളും കത്തിപ്പോയി എന്ന്. നാം ആലോചിക്കേണ്ടത്, സഹോദരന്മാരെ, ദുരന്തങ്ങൾ നടന്നു. വെള്ളപ്പൊക്കമുണ്ടായി, കൊടുങ്കാറ്റുണ്ടായി, അപകടങ്ങളുണ്ടായി, മരണങ്ങളുണ്ടായി, ഒരുപാട് പേരെ കരയിപ്പിച്ചു. ഇവിടെ എനിക്കും നിങ്ങൾക്കും ചിന്തിക്കേണ്ട ഒരുപാട് ഗുണപാഠമുണ്ട്. കഴിഞ്ഞതിൽ ഗുണപാഠമുള്ളവരാണ് നല്ല ഒരു വിശ്വാസിയാവുവാൻ കഴിയുക. നമുക്ക് അതിന് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.